الحمد لله الواحد القهار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم من بعد ذلك في الأرض لمسرفون. صدق الله. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള വളരെ വലിയ സംവിധാനങ്ങൾ പുതുതായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലമായി നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏത് കുറ്റവാളിയെയും കണ്ടുപിടിക്കാൻ, കണ്ടെത്താൻ, കുറ്റകൃത്യങ്ങളെ ശാസ്ത്രീയമായി തെളിയിച്ചെടുക്കാനൊക്കെ ഉള്ള വളരെ അത്യന്താധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ രാജ്യത്ത് ലോകത്ത് ഉണ്ട്. തെറ്റ് ചെയ്താൽ പെട്ടെന്ന് പിടിക്കപ്പെടും. എല്ലാ ഭാഗത്തും ക്യാമറകളാണ്, എല്ലാ സംവിധാനങ്ങളുമാണ്. മൊബൈലുകളിലൂടെയും മറ്റുമൊക്കെ പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ, തെറ്റ് ചെയ്തവരെ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ ഒരുപാട് കഴിവുകൾ നമ്മുടെ ആളുകൾ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല. കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. അത് പെരുകുന്ന കുറ്റകൃത്യങ്ങളെ നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അപ്പുളവാക്കുന്ന സാമൂഹിക തിന്മകളാണ് സമൂഹത്തിലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല. ആ സംവിധാനങ്ങളെയും വെല്ലുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, തിന്മകൾ ആളുകൾ ചെയ്യും. ഒരു സംവിധാനത്തിലൂടെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇരിക്കുക, അതിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് കുറ്റവാളികൾ അവരുടെ തെറ്റുകൾ സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില തിന്മകൾ എങ്ങനെ മറച്ചു വെക്കാമെന്നും പഠിപ്പിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമകളെ അനുകരിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരും സമൂഹത്തിൽ. അപ്പോ ഒരു സമൂഹത്തെ പരിശുദ്ധമാക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലമായുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടായതുകൊണ്ട് മാത്രം സാധ്യമല്ല. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ സ്ഥലം പിടിച്ച നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില അതിക്രമങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കാമുകന് അതിസമർത്ഥമായി വിഷം കൊടുത്തു കൊല്ലുന്ന 10, 20, 24 വയസ്സുള്ള പെൺകുട്ടികൾ.
അതിസമർത്ഥമായി വിഷം കൊടുത്തുമില്ല. അതേപോലെ തന്നെ ഏതോ ജോത്സ്യൻ പറഞ്ഞതിന്റെ പേരിൽ അയൽപക്കത്തെ സ്ത്രീയെ കൊല്ലുക, ആ കൊന്നതിന്റെ പേരിൽ ജയിലിൽ പോവുക, ജയിലിൽ നിന്ന് പരോളിൽ നിന്ന് വന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെയും മാതാവിനെയും കൊല്ലുക. ഇതൊക്കെ കഴിഞ്ഞ് ആളെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇനിയും എനിക്ക് കൊല്ലാൻ ലിസ്റ്റിലാണ്, എന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പരസ്യമായി പറയുക. ഇതൊക്കെ ഒരു ഭാഗത്ത് കൊലപാതകങ്ങൾ ഇങ്ങനെ വ്യാപകമായി നടക്കുക. 2 വയസ്സുള്ള കുട്ടിനെ കിണറ്റിൽ കൊണ്ടുപോയിട്ടില്ല. 2 വയസ്സ് മുതൽ പോറ്റി വളർത്തിയ ഉമ്മാനെ വെട്ടി കൊല്ലുക. എന്നിട്ട് ഇതെന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതിഫലമാണ് എന്ന് പറയുക. ഇത് അമേരിക്ക വർത്തമാനമൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ വേറെ ഭാഗത്ത് മറ്റ് സാമൂഹിക തിന്മകളും പെരുകുകയാണ്. 16 വയസ്സുള്ള സഹോദരിയുടെ ഗർഭത്തിന്റെ കാരണം സഹോദരനാണ്. സഹോദരന്റെ പ്രായം 14. നേരത്തെ വാർത്ത 14 വയസ്സ്. 14 വയസ്സുള്ള കുട്ടിയാണ് 16 അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി സ്വന്തം സഹോദരൻ. നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് പോക്സോ കേസ് എടുത്തു 14 വയസ്സുള്ള കുട്ടിക്ക്. അത്ര അവിടുന്ന് പോയിട്ട് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് വലിയ വർത്താനം പറയും. സ്ത്രീ സമത്വമൊക്കെ വല്ലാതെ പറയുന്ന ആൾക്കാർ വളരെ സ്വതന്ത്രമായി വിഹരിക്കുന്ന മേഖലയിൽ പോലും സുരക്ഷിതമല്ല എന്ന് വിളിച്ചു പറയാം. ആരെങ്കിലും സ്ത്രീകൾ മിങ്കിൾ ചെയ്യരുത്, സ്ത്രീകൾ സ്വതന്ത്രമായും പുരുഷന്മാർ സ്വതന്ത്രമായും മിങ്കിൾ ചെയ്യാതെ കാര്യങ്ങൾ നിർവഹിക്കണം, സ്ത്രീ പുരുഷ ഇടപെടലുകളുടെ ആധിക്യം കുറക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്തിരിപ്പൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ഞാൻ പറയാൻ തന്നെ ഇനി ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ചില വസ്തുതകൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. കോടതിയും പോലീസും അന്വേഷണ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് ഒരു സമൂഹത്തിൽ തിന്മകൾ കുറയില്ല. അല്ലെ ശിക്ഷകൾക്ക് ഇത്തിരി കാഠിന്യം കൊടുത്തത് കൊണ്ടും തിരിയില്ല. കാഠിന്യം വേണം, പക്ഷെ അതുകൊണ്ട് മാത്രം തിന്മകൾ കുറയില്ല. ഇസ്ലാം അതിന് പറഞ്ഞത് 2 ഉപാധികളാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ആദ്യം അതിനുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കണം. ഇപ്പൊ ഈ ആളുകളൊക്കെ തെറ്റ് ചെയ്തതിന്റെ വില്ലനെ പരിശോധിച്ചാൽ മദ്യം ഒരു പ്രധാന ഘടകം, ലഹരി മരുന്ന് ഒരു പ്രധാന ഘടകം. നമ്മുടെ ഗവൺമെന്റുകൾ കാശുണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ കള്ള് കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. മദ്യപാനവും ലഹരി മരുന്നും വ്യാപിപ്പിക്കുമ്പോൾ എന്താവും? ഇതുപോലെ ഉമ്മാനെ 100 വെട്ടിക്കൊല്ലുന്ന മക്കൾ. അതുകൊണ്ട് ഇപ്പോ പഞ്ചസാര തടിയുടെ അത്ര വലുപ്പമുള്ള ഒരു സാധനം ഒരിക്കൽ കഴിച്ചാൽ പോലും സ്വന്തം ഉമ്മാനും പാപ്പാനും വെട്ടിക്കൊല്ലാനുള്ള മാനസികാവസ്ഥയിലേക്ക് പോകുന്ന അതിഭീകര ലഹരി മരുന്നുകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയാണ്. ഒരൊറ്റ ദിവസം എനിക്ക് 3 ഇസ്ലാമിക കുടുംബങ്ങളിൽ നിന്നുള്ള കോൾ വന്നു. 3 ഇസ്ലാമിക കുടുംബങ്ങൾ. ദീനി കുടുംബമാണ്, എനിക്ക് അറിയുന്ന കുടുംബങ്ങൾ. അവരുടെ വാപ്പ ദീനിയാണ്, ഉമ്മ ദീനിയാണ്, ദീനി കുടുംബമുള്ളവരാണ്, ദീനു ഇസ്ലാം പ്രബോധനം ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ പയ്യൻ ലഹരി മരുന്ന് അടിമപ്പെട്ടിരിക്കുന്നു, അഡിക്റ്റായി. അപ്പൊ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ടത് തെറ്റിലേക്ക് പോകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ഏറ്റവും പ്രധാനം. ദീനുൽ ഇസ്ലാം ചെയ്തത് അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുമായി വന്നപ്പോൾ ആദ്യ ഇസ്ലാം പ്രബോധനം ചെയ്തത് ആ സാഹചര്യം ഉണ്ടാക്കുക. അതിന് ഏറ്റവും പ്രധാനം അള്ളാഹിനെ കുറിച്ചുള്ള ബോധം മനസ്സിൽ സൃഷ്ടിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധം മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുക എന്നതാണ്. മക്കയിലെ 13 വർഷം ഒന്നും ഇസ്ലാം നിരോധിച്ചിട്ട് പോലില്ല. കള്ള് നിരോധിച്ചില്ല, ഹിജാബ് നിർബന്ധമാക്കില്ല, ഒന്നും നിരോധിച്ചില്ല, പലിശ നിരോധിച്ചില്ല. 13 വർഷക്കാലം റസൂൽ ആകുന്നത് 23 കൊല്ലാണ്. 23 കൊല്ലത്തിൽ 14 വർഷവും ഒരു സാധനം നിരോധിച്ചിട്ടില്ല.
ഒന്നിനും ശിക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ 14 വർഷം അല്ലാഹുവിന്റെ റസൂൽ സമൂഹത്തെ സൃഷ്ടിക്കുകയായിരുന്നു. ആ സമൂഹത്തിന്റെ പ്രത്യേകത തങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു തആല കാണും എന്ന ബോധം. റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. അല്ലാഹുവിനെ വെട്ടിച്ചുകൊണ്ട് എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. ജനങ്ങളെ മുഴുവൻ വെട്ടിച്ചാലും അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. ഇന്നഹാ യുത്തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി ഫതകുൻ ഫി സഹറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി അല്ലാഹ്. നീ ചെയ്യുന്ന ചെറിയ കാര്യം അതൊരു കടുകുമണി തൂക്കമേ ഉള്ളുവെങ്കിൽ പോലും അത് ആകാശത്തിലോ പാലക്കെട്ടിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്താലും അല്ലാഹു കൊണ്ടുവരും. ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. വനക്തുബു മാ ഖദ്ദമു വആതാറുഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും വ്യക്തമായ പ്രമാണത്തിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നു. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകൾ രേഖപ്പെടുത്താത്ത ഒരു വാക്കും ചെയ്യിക്കാൻ കഴിയില്ല. അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങൾ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും, പക്ഷെ അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. ഈ ഉത്ബോധനങ്ങളായിരുന്നു അവർക്ക് കൊടുത്തത്. 14 വർഷം ഈ ഉത്ബോധനങ്ങൾ തന്നെയാണ് നിരന്തരം കൊടുത്തത്. അങ്ങനെ ആ സമൂഹത്തെ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം, പഠിച്ചോ നാളെ തന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന ബോധം ആ സമൂഹത്തെ വളർത്തി അവർ മദീനയിലെത്തി. രാഷ്ട്രഘടന എത്തിയപ്പോഴാണ് കുറേശ്ശെ മദ്യം നിരോധിച്ചത്, പലിശ നിരോധിച്ചത്, ഹിജാബ് നിർബന്ധമാക്കിയത്, ധാർമ്മിക ശിക്ഷണ മൂല്യങ്ങൾ ഓരോന്നായിട്ട് വ്യവസ്ഥ വെച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ മദ്യം നിരോധിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എന്ന് പറഞ്ഞ് 2-3 ആളുകളെ മാത്രമേ മദ്യപിച്ചതിന്റെ പേരിൽ അടിക്കടി വന്നിട്ടുള്ളൂ. മോഷണത്തിനൊക്കെ വളരെ കുറച്ച് ശിക്ഷ, വ്യഭിചാരത്തിന് പോലും വളരെ 3-4, അത് സ്വയം കുറ്റസമ്മതം നടത്തിയ 3-4 ശിക്ഷ, അത്രേ ഉള്ളൂ. ശിക്ഷിക്കേണ്ടി വന്നിട്ടില്ല. മദ്യം നിരോധിച്ചപ്പോ അവരാരും ബഹളം ഉണ്ടാക്കിയത് ചെയ്തത്. അവര് നേരത്തെ അന്ന് ഹലാലാക്കിയ മദ്യം വയറ്റിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് വിരലൊട്ടി ഛർദ്ദിച്ചു. കുടിക്കാൻ വേണ്ടി വെച്ച മദ്യത്തിന്റെ വീപ്പകൾ തച്ചുടച്ചു. ഏതായാലും നിരോധിച്ചിട്ട് ഏതായാലും കുടിക്കാന്നല്ല അവർ തീരുമാനിച്ചേ. മദീനയുടെ തെരുവീതിയിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകി. കാരണം ആ ബോധം അവരെ മനസ്സിൽ സൃഷ്ടിച്ചു. പിന്നെ ഈ വിഷയം, പിന്നെ ആ വ്യവസ്ഥകളായിട്ട് വന്നപ്പോൾ അവർക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ഒരു ദിവസം പോയിട്ട് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കുകയല്ല ചെയ്തത്. ഒരു ദിവസം വന്നിട്ട് അവരുടെ ഇസ്ലാമിക നിയമങ്ങൾ കണിശപ്പെടുത്തല ചെയ്തത്. ആരാണ് പുരുഷൻ, എന്താണ് സ്ത്രീ, അവരെന്ത് ചെയ്യണം? അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം, ഇന്ന മര്യാദകൾ പാലിക്കണം, സ്ത്രീക്ക് ഇന്ന വ്യവസ്ഥ വേണം, അവൾ ഇന്ന വിധത്തിൽ അവർക്ക് മറക്കണം, ഇന്ന മര്യാദകൾ അവർ പാലിക്കണം, അന്യായമായ അനർഹമായ രീതിയിൽ സ്ത്രീ പുരുഷ മിംഗ്ലിംഗ് ഒഴിവാക്കണം. അങ്ങനെ ആ സൊസൈറ്റിയെ നന്നാക്കിയെടുത്തപ്പോ അവിടെ വ്യഭിചരിക്കാൻ ആളില്ല, വ്യഭിചാരത്തിലായി. നമ്മുടെ നാട്ടിൽ എങ്ങനെ നിൽക്കാതിരിക്കുക? എന്തെല്ലാം പ്രവൃത്ത. ഇനി ആരെങ്കിലും ഒരു ധാർമ്മിക വശത്തിൽ ആണും പെണ്ണും കൂടിക്കാളുന്നിട്ട് അതൊന്നും കാട്ടണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെയും ഏത് 21-ാം നൂറ്റാണ്ടില ജീവിക്കണം. ഈ 21-ാം നൂറ്റാണ്ടില എന്നിട്ട് പൊട്ടിക്കരച്ചിൽ ഞങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കരച്ചിൽ വരാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികളെ എങ്ങനെ ധാർമ്മികമായി ജീവിക്കും? ഞാൻ പലപ്പോഴും പല വേദിയിലും പറയാറുണ്ട്, നമ്മുടെ വീട്ടിനകത്ത് ധാർമ്മിക ശിക്ഷണം ഉണ്ടാകണം എന്ന്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഉമ്മയും മകനും തമ്മിൽ ചില ബന്ധം. ഉമ്മക്ക് മുന്നിൽ ഫുൾ അവർക്കൊക്കെ മറിച്ച് ഹിജാബൊക്കെ ഇട്ടിട്ട് വരണമെന്നില്ല. പക്ഷെ എന്നാലും ഉമ്മ ചില മര്യാദ പാലിക്കണം. ഉമ്മ തോന്നിവാസം പോലെ മകന്റെ മുമ്പിലേക്ക് വരാൻ പാടില്ല. വാപ്പ പെൺകുട്ടികളുടെ മുമ്പിലേക്ക് വരുമ്പോൾ മര്യാദ പാലിക്കണം. പെൺകുട്ടികൾ വാപ്പയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചില മര്യാദ പാലിക്കണം. ആങ്ങൾ പെണ്ണുമാണ് ഇടപെടുക, പക്ഷെ അതിനുണ്ടൊരു മര്യാദ. ഇത് ഞാൻ നമ്മുടെ വേദിയിൽ തന്നെ പറയുമ്പോൾ ചില ആൾക്കാരിനോട് എന്താ മനസ്സിലായി ഇങ്ങനെ ഇത്ര റിജിഡായിട്ടൊക്കെ പോകുന്നു. ഇപ്പൊ കേട്ടില്ല വാർത്ത, സ്വന്തം സഹോദരി 5 ഏട്ടത്തിക്ക് ഗർഭമുണ്ടാക്കി കേട്ടില്ലേ? പുതിയ കണക്കുകൾ പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് ബന്ധുക്കളിൽ നിന്നാണ്, വീട്ടിനകത്ത് നിന്നാണ്. പണ്ട് പുറത്ത് പറഞ്ഞിട്ടാണുള്ളൂ. ഇത് പോക്സോ കാലത്ത് 16-15 കാര്യം വരില്ല. അവിടെ അള്ളാന്റെ നിയമത്തിന് പ്രസക്തിയുണ്ട്, പടച്ച തമ്പുരാന്റെ നിയമത്തിന് വിലണ്ട്. ഇസ്ലാം കൊലപാതകത്തിന്റെ ശിക്ഷ, കൊലക്ക് ശിക്ഷ കൊലയാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും തുള്ളി. എന്ത് ക്രൂരമാണ് ഇസ്ലാമിന്റെ ശിക്ഷ!
എന്ത് ക്രൂരമാണ്. പക്ഷെ അത് പറഞ്ഞു വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ഈ ബുദ്ധിയുള്ളവരെ പ്രതിക്രിയയിലാണ് മനുഷ്യ സമ്പത്തിന്റെ ജീവിതം. ഇവയ്ക്ക് എന്താ ആ പേരുള്ള ആള് അയാൾ ഒരാളെ കൊന്നെന്ന് അവനെ തിരിച്ചു കൊണ്ടിരുന്നെങ്കിലോ ഇത് അവന് പോലെയില്ല. അവൻ സുഖമായിട്ട് ജയിലിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചു. പോലീസന്മാരോട് വന്ന് വീണ്ടും കരാർത്തരാണ്. ഇപ്പോഴും പറഞ്ഞു ഞാൻ അവനെ കൊല്ലും. കല്ലിന്റെ മോനെ കൊല്ലൂല നമുക്കറിയാം. അവനെ കൊല്ലൂല. അപ്പൊ ഇനി ഓന് കുറച്ചു കാലം ജയിലിൽ പോയി കൊടുക്കും. എന്നിട്ട് പുറത്തു വന്നിട്ട് ഇനി കൊല്ലും. അതേസമയം ആദ്യത്തെ കൊലക്ക് അവന് പ്രതിക്രിയക്ക് അവനെ കൊന്നിരുന്നെങ്കിൽ ഈ രണ്ട് ജീവനിൽ നഷ്ടപ്പെടുമായിരുന്നില്ല. 24 വയസ്സുള്ള പെൺകുട്ടി തന്റെ കാമുകന് കഷായത്തിൽ വിഷം കലർത്തി കൊല്ലുമ്പോ അവിടെ പറഞ്ഞാലും കൂടി വന്നാൽ 14 കൊല്ലം ജയിലിൽ കിടന്നാലും 24 പ്ലസ് 14 12 കൊല്ലം ജയിലിൽ കിടന്നാലും 36-ാമത്തെ വയസ്സിൽ വന്ന് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്ന അപ്പൊ പിന്നെ കൊല്ലാതിരിക്കും. അതേസമയം തന്റെ കാമുകനെ വിഷം കലർത്തി കൊന്നെങ്കിൽ അവളെ തിരിച്ചു കൊല്ലുമെന്ന ബോധമുണ്ടായിരുന്നെങ്കിൽ അവൾ കൊല്ലില്ലായിരുന്നു. അവൾക്ക് ജീവിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ 4 പോലെ സമൂഹത്തിൽ പ്രതിക്രിയകൾ നടന്നിരുന്നെങ്കിൽ ഈ തെറ്റിവിടെ ഉണ്ടാകുമായിരുന്നില്ല. തെറ്റുണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, ആകെ പേർക്കൂത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾക്ക് ഒരു കണക്കുണ്ട്. പല ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത് 3000-3000-ലധികം വരുന്ന ലഹരി മരുന്ന് കേസുകളാണ് തൃശൂർ ജില്ലയിൽ മാത്രം ഒരു വർഷം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു കൊല്ലം ഈ കൊച്ചു കേരളത്തിൽ വിൽക്കപ്പെടുന്ന ലഹരി മരുന്നിന്റെ സംഖ്യ കേട്ടാൽ ഞെട്ടിപ്പോകും. 8,000 കോടി രൂപയുടെ ബിസിനസ്സാണ് നടക്കണമെന്ന് അറിയോ? അപ്പൊ എത്ര ചെറുപ്പക്കാരുടെ അന്തക്കളും അവരെ ചെറുപ്പക്കാരെ വഴിപഠിച്ചിട്ടുണ്ടാവും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തൃശൂർ ജില്ലയിലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പിള്ളേരെ അതൊക്കെ മുസ്ലിം പിള്ളേരാണ്. 6 മുസ്ലിം ഡോക്ടർമാർ. ഒരു ഡോക്ടറൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ എന്ത് പ്രതീക്ഷിച്ചാൽ അവരെ കയ്യിൽ നിന്നാണ് MDM ഹരിമരുന്നൊക്കെ പിടിച്ചെടുത്തത്. എന്നിട്ട് അവർ പിടിച്ചതിന്റെയൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നാൽ മെഡിക്കൽ കോളേജിലെ കുറെ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കും. ഇവര് കത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ സർജറി നടത്തിയാലും ചികിത്സിച്ചാലും എന്തായിരിക്കും അവസ്ഥ? ഒരു ബോധമില്ല, അന്തമില്ലാത്ത വിധം ബുദ്ധി അങ്ങനത്തെ നശിപ്പിക്കുന്ന സാധനം. അതാണ് ഈ നമ്മുടെ ഡോക്ടർമാർ വരെ ഉപയോഗിച്ചു കൊടുക്കാൻ ഈ സമൂഹത്തിന്റെ ഭദ്രത അവിടെ നിൽക്കുന്നു. ഇപ്പൊ തന്നെ ഈ ബസ്സിലൊക്കെ ഉള്ള ഡ്രൈവർമാർ അതൊന്നും വെച്ചിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു, ആക്സിഡന്റുകൾ എത്ര പെരുകുന്നു. ഇവിടെയാണ് ഇസ്ലാം വളരെ കൃത്യമായി സമൂഹത്തിന്റെ തിന്മകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പറഞ്ഞു. ഒന്ന്, സമൂഹത്തിലെ തിന്മ ഇല്ലാതാകണോ ദൈവബോധം ഉണ്ടായേ പറ്റൂ. ദൈവബോധം മനുഷ്യ മനസ്സുകളിൽ, യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ, ആളുകളിൽ സൃഷ്ടിച്ചെടുക്കണം. താൻ ഒറ്റക്കല്ല, തന്റെ കൂടെ അന്നത്തിൽ നിന്നുള്ള ബോധം വേണം. പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം വേണം. റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്ത വേണം. ആ സമൂഹത്തിലെ നന്മ ഉണ്ടാവും. രണ്ടാമത്തെ ബോധം, അതിനുതകുന്ന സാമൂഹിക വ്യവസ്ഥകൾ സൃഷ്ടിക്കുക. ആ സാമൂഹിക വ്യവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ചിലപ്പോ ചില ആളുകൾക്ക് വളരെ റിജിഡായിട്ടൊക്കെ അനുഭവപ്പെടും. ഇപ്പൊ നമ്മൾക്കൊക്കെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ ആ വൃത്തികെട്ട വസ്ത്രവും അങ്ങേയറ്റത്തെ ആഭാസകരമായ വസ്ത്രം ധരിച്ചത് നമ്മൾ കാണുന്നു. റോഡിൽ കൂടെ പോകുമ്പോ എറണാകുളത്തോ സിറ്റിയിലൂടെ ഒക്കെ പോകുമ്പോ പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ പോലൊക്കെ എന്താ, അവരൊക്കെ ധരിക്കുന്ന ഡ്രസ്സിന്റെ പോലെ എന്താ, ഇതൊക്കെ കാണിച്ചു തരുന്ന മൊബൈലിലൂടെ വരുന്ന വാർത്തകളിലൂടെയും ഈ റീൽസിലൂടെ ഒക്കെ വരുന്ന ആളുകളുടെ വസ്ത്രധാരണം എന്താ. ഇതൊക്കെ കണ്ടു വളരുന്ന ചെറുപ്പക്കാരനായ കുട്ടിക്ക് അവന് എന്തെങ്കിലും തെറ്റ് ചെയ്തില്ലെങ്കിലും അത്ഭുതമല്ലേ, തെറ്റുകളിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോ അവരുടെ മനസ്സിൽ പലതും വരും. ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരു മകനാണല്ലോ സ്വന്തം അമ്മയെ ലൈംഗികമായി ഉപയോഗിച്ചത്. കേരളത്തിലാണ്. അവൻ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ കൂട്ടുകാരൻ ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ, നിന്റെ അമ്മ സുന്ദരിയാണല്ലേ. അവന്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. ഈ ലഹരി മരുന്ന് ഉപയോഗിച്ച് പോയ അവൻ അമ്മക്ക് പാല് കൊടുക്കുമ്പോൾ അതിൽ ഉറക്ക കുടി കെട്ടുകൊടുത്തു. അമ്മയെ ലൈംഗികമായി ചൂഷണം ചെയ്തു. പിന്നെ അത് സ്ഥിരമായി. അവസാനം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, നാണയിട്ട് പറയുന്ന അമ്മ ഗർഭിണിയായിരുന്നു. ആരാ ഗർഭിണിയുടെ ഉത്തരം? സ്വന്തം മകൻ. എവിടെ പോകുന്നുള്ള സാമൂഹിക അവസ്ഥ. അവിടെ ഞാൻ പറഞ്ഞത് പറഞ്ഞാല് നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും അള്ളാഹിനെ കുറിച്ചുള്ള പേടി സൃഷ്ടിച്ചെടുക്കലും മാത്രമേ പാടുള്ളൂ. അത് ചെയ്യുകയെന്ന് തെറ്റുകൾ ചെയ്യാതാവില്ല. രണ്ടാമത്തത്, അതിനനുസരിച്ച സാമൂഹിക അന്തരീക്ഷം. നമ്മൾ വീട്ടിനകത്തൊക്കെ പെൺകുട്ടികൾ സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന സെറ്റിംഗ് ഉണ്ടാകും. തോന്നിയ പോലെ വീട്ടിനകത്ത് കയറി വരാൻ പാടില്ല. നമ്മുടെ വീട്ടിനകത്ത് പോലും ചില മര്യാദകൾ ചുറ്റങ്ങൾ പാലിക്കണം. കസിൻമാർ, ബ്രദർമാരും കസിൻ സിസ്റ്റർമാരൊക്കെ കൂടിക്കാൻ അന്യരാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ.
നിങ്ങൾ എന്ത് പേരിട്ട് കൊടുത്താലും ശരി, കസിൻ എന്നൊക്കെ പറഞ്ഞ അന്യരാ. ആ കസിന്മാർക്കൊക്കെ വീടുകളിലേക്ക് കയറി വരുന്നതിന് ചില ചിട്ടകളും അവസ്ഥകളും ഉണ്ടാകും. അവരോടൊത്ത് കഴിയുന്നതിന് ചില ചിട്ടകളും അവരൊന്നും പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ചില ചിട്ടകളും അവസ്ഥകളും ഉണ്ടാകണം. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാനുള്ളതാ. ആ നിയമങ്ങൾ അർത്ഥമുണ്ടാക്കിയ നിയമം. അതിനെ വെല്ലാൻ ഒരു വ്യവസ്ഥയും ലോകത്തില്ല. അതിനെ ലംഘിച്ചാൽ ശാപം ഉണ്ടാകും, നാശം ഉണ്ടാകും, ഗതികേടുണ്ടാകും, വർക്കത്ത് നഷ്ടപ്പെടും. ഒരു സംശയം വേണ്ട. ഈ ഇത്രയും കൃത്യത പഠിപ്പിക്കുന്ന ഒരു സമുദായത്തിനകത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചോ. ഇതൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. ഇനി അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇസ്ലാം അതിന്റെ ശിക്ഷ ഇളക്കണം. ഇതൊക്കെ ഉണ്ടായിട്ട് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരാൾ പിന്നെ തെറ്റ് ചെയ്യും. ഇത്രയും സാഹചര്യമൊക്കെ സൃഷ്ടിച്ചിട്ടും വ്യഭിചാരത്തിൽ പോലെ തന്നെ കൊല്ലും. ആ പോലെ പോലെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും ആ തെറ്റിലേക്ക് പോകില്ല. ഇങ്ങോട്ടും വ്യഭിചരിച്ചവൻ അവിവാഹിതനാണെങ്കിൽ അവന് 100 അടി അടിക്കോ അടികൊണ്ടാൽ ആ കൊള്ളുന്നത് മറ്റുള്ളവർ കണ്ടാൽ പിന്നെ ആ തെറ്റിയില്ല. ഇത്രയും ഒരാളെ കൊല്ലുന്നത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ചു ഇസ്ലാം. ഒരാളെ കൊല്ലാതെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നവർ. അള്ളാഹ് ആദരിച്ച ഒരു ആത്മാവിനെയും അന്യായമായി വധിക്കാൻ പാടില്ല. ഖത്ലുൻ നഫ്സ് മഹാപാപങ്ങളിൽ മഹാപാപത്തിൽ കൊടുത്തിരിക്കും. അങ്ങനെ ഒരാളെ കൊല്ലല് മുഴുവൻ മനുഷ്യരെയും കൊന്നതാണെന്നും കൊല്ലപ്പെട്ടവന്റെ മുമ്പിൽ കൊന്നതിന്റെ പേരിൽ നാളെ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും കൊല നടത്തിയവരെ ബാക്കി സമൂഹത്തിൽ ആളുകൾക്ക് നിലനിൽക്കാൻ വേണ്ടി കൊല്ലണം. അവർക്കെതിരെ പ്രതിക്രിയ നടത്തണം. ഇത് പ്രാകൃതല്ല, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ നിയമങ്ങളാണ്. ധാരാളം നൂറ്റാണ്ടിലെ നിയമമല്ല. സ്ത്രീകൾ മിങ്കിളിയലാണ് പുതിയ നിയമം ആരെങ്കിലും പറഞ്ഞാൽ ആ മിങ്കിളിക്ക് ആരും ഒരു സ്ത്രീയോട് ഉണ്ടാകാൻ പറയാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ പരസ്യമായി സ്ത്രീ പുരുഷന്മാരെ കിടന്നിട്ട് ഓരോ കാട്ടിക്കൂട്ടിൽ നടത്തരുതെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ആ സംഗതിയിലായിട്ടോ ഇല്ല, അതൊക്കെ വേറെ ചർച്ച. പക്ഷെ ഉൾക്കൊള്ളാവുന്നത് അതെന്ന് പറയുമ്പോഴേക്കും ഇത് പ്രാകൃതമാണ്, ഇത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാകൃത. എന്നിട്ടോ എല്ലാ സർവ്വതന്ത്ര സ്വതന്ത്രരായിട്ട് ബലസി നടന്ന ഫീൽഡിലെ സിനിമ മേഖല എന്നിട്ട് അവരുടെ സാഗര പെൺകുട്ടികളും കൂട്ടക്കരച്ചിലില്ല. ഞങ്ങളെ പിടിപ്പിച്ചേ ഒക്കെ ഒന്നിച്ച ഒരീസാക്കണം. അതുവരെ പീഡനം മുഴുവൻ ആസ്വദിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനെ കൊടുക്കുന്നത്. ഇസ്ലാം അതിന്റെ ജീവിത വ്യവസ്ഥയെ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി മനസ്സിലാക്കി തന്നെ നമ്മൾ തിരിച്ചറിയാം. ശരിക്ക് ദൈവബോധമുള്ള, പരലോകബോധമുള്ള, റബ്ബിന്റെ മുമ്പിൽ ഓരോന്നിനും കണക്ക് പറയേണ്ടി വരുമെന്ന ബോധമുള്ള, ഇസ്ലാമിന്റെ ചിട്ടകളും ചിട്ടനങ്ങളും നിലനിർത്തിയ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ മാത്രമേ തെറ്റുകൾ ചെയ്യാതിരിക്കുള്ളൂ. നമ്മളൊന്നും ബന്ധിപ്പിക്കാറില്ല. എന്താ കാരണം? അന്ന് കാണുന്നത് അന്ന് പടച്ചോണ്ട് ഉത്തരം പറയേണ്ടി വരുമെന്ന് നമ്മളൊരാൾ കക്കാൻ നേരത്തിന് പടച്ചോ കാണുന്നവരോ നിർത്തിട്ടാണ്. ആ ബോധമാണ് സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടത്. ഭൗതികന്മാർക്ക് എന്താ? ഭൗതികന്മാർക്ക് എന്ത് പരലോകം കിട്ടും. ഈ ലോകം എന്ന് പറയുന്നത് ആകെ ഈ ജീവിതമുള്ളത് ആസ്വദിക്കണം. അതിന് നിയമത്തിന്റെ പരിധികളൊന്നും പാടില്ല. പരമാവധി ആസ്വദിക്കണം എന്നുള്ള സന്ദേശമാണ്, മെസ്സേജുകളാണ് നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മളെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ കിട്ടുന്നത് നിങ്ങളൊരു കെട്ടിയവരുടെ കൂടെ ഇങ്ങനെ വലിയാടായിട്ടൊന്നും ജീവിക്കേണ്ടതല്ല. എന്തിനീ കല്യാണം? നമുക്ക് പക്ഷികളെ പോലെ പറവകളെ പോലെ ആടിപ്പാറി നടന്ന് ആസ്വദിക്കാവുന്നതൊക്കെ ആസ്വദിക്കണം. ഈ മെസ്സേജ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. ഈ ലിബറൽ കാഴ്ചപ്പാടുകളാണ് കിട്ടുന്നത്. അവർ സ്വാഭാവികമായിട്ടും കിട്ടിയ ലോകത്ത് അങ്ങനെ ആസ്വദിക്കുന്നു. നന്നായിട്ട് നിരീക്ഷണത്തും നിർബന്ധത്തും നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം അത് സുഖമുള്ള പരിപാടിയാണ്. ഒരു നിയമം പാലിക്കേണ്ട. പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തും പരലോകത്തും നാശത്തിലേക്കാണ് കുട്ടികളൊക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ തിന്മകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ വിശ്വാസവും തീരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾ സ്വയം വർദ്ധിപ്പിക്കണം. സമൂഹത്തിന് പറഞ്ഞു മനസ്സിലാക്കണം. അതേസമയം ഭൗതികന്മാരുടെ ഇടപെടലിൽ ഈ ധാർമ്മിക ശിക്ഷണ കുറ്റങ്ങൾ ഇല്ലാതാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈംഗിക വിഷയത്തിലൊക്കെ വളരെ മര്യാദകൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ മനസ്സമാധാനവും ശാന്തിപൂർണ്ണമായ ജീവിതവും നയിക്കാൻ കഴിയും. അതിന്റെ രംഗത്തൊക്കെ അവർ ലംഘനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാറുന്നില്ല. കാര്യം ചില ആളുകളൊക്കെ കരുത് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. അത് ആദരിച്ചൊരു ആത്മാവിനെ കൊല്ലുന്നത്. ഇസ്ലാം സ്വന്തം ആത്മാവിനെ കൊല്ലുന്നത് കുറ്റമായിട്ട് പറഞ്ഞു. അത് കൊല്ലാൻ പോലും നിനക്ക് അധികാരമില്ല. ഒരാൾ ആത്മാവ് ചെയ്യുന്നത് ഏറ്റവും വലിയ കുഫറായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിന്റെ ആത്മാവ് പോലും നിന്റേതല്ല, അള്ളാഹുവിന്റേതാ. അതിനെ വധിക്കാൻ പോലും നിനക്ക് അധികാരമില്ല. അപ്പോ ഈ അടിസ്ഥാനത്തിൽ തിരിച്ച് ഞാൻ പറയുന്നത് ഈ ലഹരി മരുന്നിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. നമ്മുടെ കുട്ടികളെ, ചെറുപ്പക്കാരെ നന്നായി ശ്രദ്ധിക്കണം. അവരെ തോന്നിയ പോലെ വിടല്ലേ.
അവരുടെ പോലെ നമ്മൾ വിചാരിക്കും ഒന്ന് സ്കെയിലിട്ട് നോക്കുമ്പോൾ ഒക്കെ ശരിയായിരിക്കാം. എന്നാൽ ഈ സാധനം കുടിയാൽ മൃഗതുല്യമായി തീരുമാനം. അതറിയില്ല. പണ്ടൊക്കെ ഒരു കണ്ടുപിടിച്ചവന് മണം ഉണ്ടാവും, കുടിക്കാൻ മണം തൊക്കെടുത്ത് അതൊന്നും അറിയില്ല, ഒരു മണമില്ല. പക്ഷെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടാതാകുമ്പോൾ ഇവരിലെ മൃഗന്റെ പുറത്തേക്ക് മൃഗല ഒരു തരം ചെയ്താലിന്റെ പുറത്തേക്ക് ചാടും. അക്രമത്തിന്റെ ഭീകരമായ അവസ്ഥ എന്തെല്ലാം കാട്ടിക്കൊടുക്കുന്നത് ആ ജാതി സാധനങ്ങളാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ നശിപ്പിച്ചാലും ശരി, എന്ത് ലഹരി മരുന്ന് കൊടുത്താലും തങ്ങൾക്ക് കാശ് കിട്ടണം എന്ന് പറയുന്ന ലഹരി മരുന്നിന്റെ ലോബികൾ, അവരുടെ പുസ്തകങ്ങൾ അവർ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. കാരണം ഇതിനെയാണ് എന്റെ ഏറ്റവും വേദന. മുസ്ലിങ്ങൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലകൾ ലഹരി മരുന്നിന്റെ കേന്ദ്രങ്ങളാണ് പറയുന്നത്. ഭയപ്പെടേണ്ട വിഷയമാണ്. അത് അവരല്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സാമൂഹിക തിന്മ എല്ലാവരെയും ബാധിക്കും. എല്ലാവരും ആ സാമൂഹിക തിന്മയിൽ ശ്രമത്തിന്റെ ഭാഗമായി അതിനുവേണ്ടി പരിശ്രമിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.